നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലാക്കിൻ്റെ 2 പോണുകൾ കിങ്ങിൻ്റെ സംരക്ഷണത്തോടു കൂടി സെക്കൻഡ് റാങ്കിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റ് കിങ് B1, ക്യൂൻ H2, ബ്ലാക്ക് പോൺ D2, പോൺ E2, കിങ് E3. ഈ പൊസിഷനിൽ C3 എന്ന സ്ക്വയറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് C3 എന്ന സ്ക്വയറിൻ്റെ പ്രാധാന്യമെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ക്യൂൻ H6 പ്ലസ് ക്യൂൻ H6 എന്ന് ചെക്ക് വയ്ക്കുന്ന സമയത്ത് ബ്ലാക്കിൻ്റെ കിങ്ങിന് KF2 എന്ന നീക്കം നടത്തുവാൻ സാധിക്കില്ല. കാരണം KF2 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D2വിൽ ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് D3, ക്യൂൻ D6, ചെക്ക്, കിങ് E3, ക്യൂൻ C5, ചെക്ക്. വൈറ്റിൻ്റെ ക്യൂനിനെ C5ൽ എത്തിക്കുന്നു. കിങ് D3, വൈറ്റിൻ്റെ ക്യൂൻ C3 എന്ന നീക്കം നടത്തുന്നത് കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. ക്യൂൻ C2, ചെക്ക്, കിങ് E3. ഇങ്ങനെയുള്ള ക്യൂൻ എൻഡ് ഗെയിമുകളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ക്യൂനിനെ കിങ്ങിൻ്റെ സംരക്ഷണത്തോടു കൂടി നിൽക്കുന്ന രീതിയിൽ കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ക്യൂൻ C3, ചെക്ക്, കിങ് F2. ക്യൂൻ C3 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് KF2 എന്ന നീക്കം നടത്തുവാൻ നിർബന്ധിതമാകുന്നു. മറ്റേതു നീക്കം നടത്തി കഴിഞ്ഞാലും ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D2വിൽ ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. ക്യൂൻ ക്രോസ് D2, E2വിൽ ഇരിക്കുന്ന പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പിൻ ചെയ്യുന്നു. കിങ് F1. ഈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് BDEG എന്നീ ഫയലുകളിൽ ക്യൂവിനെതിരെ പോൺ വെച്ച് കളിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലാക്കിൻ്റെ കിങ്ങിനെ KE1 എന്ന ഒരു ഫോർസ്റ്റ് മൂവ് ഉണ്ടാക്കുന്നതിന് വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് ശ്രമിക്കുന്നു. ക്യൂൻ F4, ചെക്ക്, കിങ് G2, ക്യൂൻ E3. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് E2വിൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് F1, ക്യൂൻ F3, ചെക്ക്. ഈ പൊസിഷനിൽ പോണിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബ്ലാക്കിൻ്റെ കിങ് നിർബന്ധമായും KE1 എന്ന നീക്കം നടത്തേണ്ടി വരുന്നു. KE1. ഈ സാഹചര്യത്തിൽ ബ്ലാക്കിൻ്റെ പോണിൻ്റെ അടുത്തേക്ക് വൈറ്റിൻ്റെ കിങ്ങിന് ഒരു നീക്കം നടത്തുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ പൊസിഷനിൽ സ്റ്റെയിൽമേറ്റ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് KC1 അല്ലെങ്കിൽ KC2 എന്നീ നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കില്ല. കിങ് B2, കിങ് D2, ക്യൂൻ F2. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ പിന്നിങ്ങിൽ വയ്ക്കുന്നതിന് വൈറ്റിന് സാധിക്കുന്നു. കിങ് D1, ക്യൂൻ D4, ചെക്ക്, കിങ് E1. ഇപ്പോൾ വീണ്ടും പോണിൻ്റെ അടുത്തേക്ക് കിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുവാനുള്ള അവസരം വൈറ്റിന് ലഭിക്കുന്നു. കിങ് C3, കിങ് F1, ക്യൂൻ F4, ചെക്ക്, കിങ് G2, ക്യൂൻ E3. ബ്ലാക്കിൻ്റെ പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. കിങ് F1, ക്യൂൻ F3, ചെക്ക്, കിങ് E1, കിങ് E1 എന്ന നീക്കം നടത്തുമ്പോൾ ഒരു ചെക്ക് മേറ്റിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. കിങ് D3, വൈറ്റിൻ്റെ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് E2വിൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് D1, ക്യൂൻ ക്രോസ് E2, കിങ് C1, ക്യൂൻ C2 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.